സാന്ത്വനവും കരുതലും രണ്ടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഏത് മനുഷ്യനാണ് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു സാന്ത്വനത്തിൻ്റെ വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കാത്തത്? ഏതെങ്കിലും പ്രതിസന്ധിയിലാകുമ്പോൾ ഒരു കരുതൽ നമ്മെക്കുറിച്ചുണ്ട് എന്ന് നമുക്കറിവുണ്ടാകുമ്പോൾ എത്ര സന്തോഷം നമുക്കുണ്ടാവും. അതുകൊണ്ട് മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടപ്പിലാക്കുന്ന പ്രോഗ്രാമാണ്, സഹായ പദ്ധതിയാണ് സാന്ത്വനവും കരുതലും. നിർധനരായ വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് സഹായം നൽകുക. മാസം 3000 രൂപയാണ് നൽകുന്നത്. അതിൻ്റെ പണം കണ്ടെത്തുന്നത് അച്ഛനിവിടെ സൂചിപ്പിച്ചതുപോലെ ഐസ്ക്രീം വിറ്റ് അതിൻ്റെ ലാഭത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഐസ്ക്രീം നമ്മൾ കഴിച്ചാൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ, ഒരു രോഗിയെ സഹായിക്കാൻ പറ്റും. ഒരു മറുവശം കൂടിയുണ്ട്. ഒത്തിരി ഐസ്ക്രീം കഴിച്ചാൽ ഷുഗർ പിടിക്കും, ഷുഗർ പിടിച്ചാൽ മരുന്ന് കഴിക്കും, മരുന്ന് കഴിച്ചാൽ പാർശ്വഫലമായി വൃക്ക തകരാറിലാവും. പക്ഷേ മലനാടിൻ്റെ ഐസ്ക്രീമാണ് കഴിക്കുന്നതെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് മലനാടിൻ്റെ ഐസ്ക്രീം കഴിച്ചാൽ നമുക്ക് ഗുണകരമാണ്, അതുപോലെ രോഗികളെ സഹായിക്കുകയും ചെയ്യാം. അതുപോലെ കരുതലും അങ്ങനെ തന്നെയാണ്. അത് ബേക്കറിയും അതുപോലെ തന്നെ കേക്കുമൊക്കെ നൽകുന്നതാണ്. ഇന്ന് അവർ 500-ലധികം നിത്യരോഗികൾക്ക് കുടുംബങ്ങളിൽ 3000-ലധികം രൂപ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. അത് വലിയൊരു ആശ്വാസമാണ്, കരുതലാണ്. അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വർഷം 2025 അത് പുതുതായിട്ട് ഒരിക്കൽ കൂടി അത് തുടരുകയാണ്, ആരംഭിക്കുകയാണ്. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അത് കൂടുതൽ സഹായഹസ്തം, ഈ കരുതലും സാന്ത്വനവും കൂടുതൽ പേരിൽ എത്താൻ ഇടയാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും. മലനാട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെയൊക്കെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. ബഹുമാനപ്പെട്ട തോമസ് മറ്റമണ്ഡൽ അച്ഛൻ തൻ്റെ ആമുഖ പ്രസംഗത്തിൽ എന്താണ് മലനാടിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയൊക്കെ അന്തർധാര എന്ന് പറഞ്ഞിരുന്നു. അത് സുവിശേഷത്തിലെ ഈശോ മിശിഹായുടെ തിരുവചനങ്ങളാണ്. നിസ്വാർത്ഥമായി സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഈശോയുടെ വലിയ കാരുണ്യത്തിൻ്റെ മുഖമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ അന്തർധാര എന്ന് പറയുന്നത്. ഞങ്ങൾ അഭിമാനത്തോടും സന്തോഷത്തോടും കേട്ടിരുന്നത്. കാരണം ഇന്ന് ഒത്തിരി പേര് നന്മ ചെയ്യുന്നവരുണ്ട്. നന്മ ചെയ്യുന്നത് വൈറലാകാൻ വേണ്ടിയാണ്, പേരെടുക്കാൻ വേണ്ടിയാണ്, പ്രശസ്തിക്ക് വേണ്ടിയാണ് എന്ന് ഒരു മാരകമായൊരു രോഗം നമ്മുടെ സമൂഹത്തെ കടന്നാക്രമിച്ചിട്ടുണ്ട്. അവിടെയാണ് നീ വലത് കൈ അറിയുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറയുന്ന ഈശോ മിശിഹായുടെ തിരുവചനം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നന്മ ചെയ്യാൻ മുന്നോട്ട് വരുന്ന ബഹുമാനപ്പെട്ട തോമസ് മറ്റമറ്റ അച്ഛൻ്റെയും ടീമിനെയും ഇൻഫാമിൻ്റെ ടീമിനെയും എല്ലാം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിനവും നല്ലൊരു സായാഹ്നവും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.